എന്തോടെ പ്രശ്നം? എടാ കവലെ നിന്നാ കേൾക്കാമല്ലോടാ നിന്റെയൊക്കെ ബഹളം. പഠിക്കുന്ന കാര്യത്തിൽ ഇത്ര ശ്രദ്ധയുണ്ടോ നിനക്കൊക്കെ? സാറ് സൈക്കിൾ വാങ്ങിച്ചോ, ഞാൻ കൊടുക്കത്തില്ലെന്ന് പറയാ. എന്തേ നിന്റെ സൈക്കിള്? ഞാൻ സൈക്കിളായത്. ആ സൈക്കിൾ കൊണ്ടുവന്ന് വെളി വെക്ക്. എവിടെ പോവാ? സൈക്കിൾ കൊണ്ടുവെക്കാം. അതിൽ നീ സൈക്കിൾ ക്ലാസ്സിൽ കൊണ്ടുവന്നോ? ഇല്ല, ആ കയറി ഇരിക്കാം. എന്തോന്ന് കേട്ടോ ഉടനെ അങ്ങ് ചാടി പോവാ. നിന്നെ ഞാൻ നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കുവോ കേട്ടോ. പിള്ളേരാരും ഇല്ലല്ലോ, ടൂർ പോയി. ഇന്ന് സാറ് നമ്മളെ കൊല്ലും, നമ്മൾ രണ്ടുപേ ഉള്ളൂ. ബാക്കി ഈ വഞ്ചൊക്കെ ഒഴുകി കിടക്കുന്ന കുട്ടികളെല്ലാം ടൂറിന് പോയിരിക്കും അല്ലയോ? സാറുമാരും പോയിട്ടുണ്ട്. അപ്പൊ ഞാനായിരിക്കും ഇവിടുത്തെ 5 വിഷയങ്ങളും ഇന്ന് എടുക്കുന്നത് കേട്ടോ. അതോടെ അഖിലുണ്ടോടാ? ഉണ്ട്. അനന്തോ? പ്രസിഡന്റ്. പ്രസിഡന്റോ? പ്രസന്റ്. ആ ലീന മേരി സിസ്റ്റോ വർഗീസ്. ഹസ്ബൻഡ് അല്ലടാ, ആബ്സെന്റ്. ആ വരുണുണ്ടോ? വരുണിന്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. മോഹൻലാൽ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കുവാ. ദൃശ്യ സിനിമ ക്ലാസ്സിൽ പോലും വരാതിരുന്ന ദൃശ്യ സിനിമ കണ്ടോണ്ടിരുന്നുണ്ട്. വരുണിന്റെ എനിക്കൂടെ ഇപ്പൊ കിട്ടിയത്. ടൂറിന് പോയി വരേണ്ട കാര്യം ചോദിച്ചത്. ഉണ്ണിയുണ്ടോ? ഉണ്ട് സാർ. അത് പോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പോകാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. പോകാൻ മരുന്നൊന്നും ഇല്ലേ? മരുന്നൊക്കെ ഞാൻ തരാം കേട്ടോ. അതിനുള്ള മരുന്ന് അതേണ്ടിയിരിക്കുന്നത്. വളച്ചൊറ്റ വിടിയിൽ ഞാൻ അങ്ങ് വിടും. അപ്പൊ മലയാളം നമുക്കിന്ന് മലയാളത്തിന്റെ ക്ലാസ് അങ്ങ് തുടങ്ങാം. എന്റെ വിഷയം ഞാൻ പഠിപ്പിക്കുന്നതല്ല, ടീച്ചർ വിടില്ല. അതുകൊണ്ട് ഞാൻ മലയാളം അങ്ങ് എടുക്കുക. സാർ പഠിപ്പിച്ചു. മഞ്ചരിയുടെ ലക്ഷണം പറയടാ. നീ പറ. നീ പറയടാ. പാസ്. അതെ, ഒരുവിധം പാട്ടൊക്കെ പാടും. ഒരുവിധം അല്ല, നല്ലപോലെ പാടും. പിന്നെ ഇച്ചിരി ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്. പിന്നെ കാണാനും വലിയ കുഴപ്പമില്ല. പാട്ടുകാരി മഞ്ചരിയുടെ ലക്ഷണമാണെന്നാ ഞാൻ പറഞ്ഞത്. അഖിലെ നീ വാങ്ങിക്കും കേട്ടോ. സാറ് പറയട്ടെ. ശതകാകളി വൃത്തത്തിൽ 2ാം പാതയിൽ 2 അക്ഷരം കുറഞ്ഞിടില്ല. അതെന്തായിടും? മഞ്ഞയരി. റേഷനരി. 2 അക്ഷരം കുറയ്ക്കുമ്പോഴായി മഞ്ചരി. അതില്ലേ സാറേ, അത് കുറയ്ക്കാതിരുന്നാ പോലെ. അത് തന്നെ. 2 അക്ഷരം കുറഞ്ഞിടില്ല, അത് മഞ്ചരി ആയിടും കേട്ടോ. അഖില് പറയണം കേട്ടോ. പദ്യം അറിയാമോ? പദ്യം എനിക്കറിയാം. ചെലന്തി കടിച്ചാന്നോ മഞ്ഞപ്പിത്തത്തിന്റെയാണോ? മലയാളം പദ്യം അറിയാമെന്ന്. മലയാളം പദ്യം അല്ല. ഒരു പാട്ടില്ലേ അതോ? ആ ഇരുന്നൊരു പാടാം കേട്ടോ. കുന്തി കഴിഞ്ഞോ? കുന്തി കഴിഞ്ഞെങ്കിൽ അവിടെ ഇരി. എന്തിനു പഠിക്കാൻ വരുവാടാ? എനിക്കറിയത്തില്ല. ഒരു കാര്യം ചെയ്യ്, അടുത്ത നമുക്ക് ഭൂമിശാസ്ത്രം പഠിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണോ? ആന്നാന്ന് വിഷയം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഭൂമിയുടെ 3 അവസ്ഥകളുടെ പേര് പറ. പിന്നെയും പാസ്. നീ എല്ലാം കൂടെ എന്നെ നെഞ്ചത്തോട് വെക്കാം. സംസാരിക്കാതിരുന്നിട്ടൊന്ന് പറയാം. കരം, രാഘവം. രാഘവനോ? രാഘവനല്ല, കരം രാവകം. 3ാമത് ഒരെണ്ണം ഉണ്ട്, അതിന്റെ പേര് പറ. അതെനിക്ക് വാതകമല്ല. അടുത്തേ ഞങ്ങൾ ഒപ്പിച്ചടാ. നീ ഞാൻ ഒപ്പിച്ചല്ല, സാർ ഒപ്പിച്ചെടുത്താ. അവനോട് സംസാരിക്കാൻ പോവാ. അവിടെ ഇരുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കരുത് കേട്ടോ, ഒരു കാര്യം. ജലത്തിന്റെ രാസനാമം പറയണം. നീ എഴുന്നേറ്റ് പറ. ഞാനോ? ജലത്തിന്റെ രാസനാമം. വെള്ളം. നിന്നോട് ചോദിച്ചോ? തേച്ചിട്ട് പോയോ? ഹെഡ്സെറ്റ് ഇല്ലയോ? അങ്ങനെ ശാസ്ത്രമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അടുത്ത നമുക്ക് ഹിസ്റ്ററി. ഹിസ്റ്ററി എന്നാൽ എന്താണ്? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി. ഒറ്റടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഉത്തരം പറയണം കേട്ടോ. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഞാനോ? പറ. ചരിത്രം. ചരിത്രം എന്നെ കൊണ്ട് കളയിപ്പിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ചരിത്രം. പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പിരമിഡ് മുണ്ടക്കയം കഴിഞ്ഞ് കുമളിയും കഴിഞ്ഞ അത് പീരിമേട്. പീരിമേടാണ്. പിരമിഡ് സ്ഥിതി ചെയ്യുന്ന എവിടാന്ന്? അതെവിടാ? എനിക്കറിയാം. എവിടാ സാറേ? സാറ് പറ. സാറെന്ന് പറഞ്ഞെന്നാ? വനജ ടീച്ചറേ, വനജ ടീച്ചറെ, ഈ പിരമിഡ് അല്ല എനിക്കറിയാതെ എവിടാന്ന്. പക്ഷെ 5 മണിയാകുമ്പോഴോ ബസ്സിന് വരത്തില്ലേ? ആ തൂവാലെ ടീച്ചർ ഒന്ന് വിരിച്ചിട്ടേക്കണേ. ഓക്കെ. എവിടാ സാറേ? എവിടാ? എവിടെ? ചോദിച്ചില്ലേ? സാറിനോട് തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കാറായില്ല. പിരമിഡിന് എവിടെയാണ് നിന്നോ?
വാസ്കോടെ ഗാമ കാലുകുത്തിയത് എവിടെ? ചാപ്പാട്. ചാപ്പാട്, അത് ഉച്ചക്ക്. ഇതരാ അവിടെ. ദാ, വാസ്കോടെ ഗാമ കാലുകുത്തിയത് എവിടെ? കടപ്പാട്. ആരോട്? എന്നോടോ? എടാ കാപ്പാട്. കാപ്പാട്. നീ ഇത്തിരി റോങ് ആവുന്നുണ്ട് കേട്ടോ. ഇല്ല. എവറസ്റ്റ് കൊടുമുടിയുടെ കീഴിൽ കിടന്നത് കീഴടക്കിയത് ആര്? കീഴടക്കിയത് പറ. കീഴടക്കിയത് നീൽ. ഞാനോ? നീലല്ല, നീൽ ആംസ്ട്രോങ്. ഇവിടെ അത് ചന്ദ്രനിൽ പോയത്. അവിടുന്ന് എളുപ്പമല്ലായിരുന്നോ? അവിടോട്ട് പോയി അതും കൂടെ കുത്തിയയച്ച് ഇതോട്ട് പോരത്തില്ലായിരുന്നു. അത് നിന്റെ കുഞ്ഞമ്മയുടെ വീടാണോ? തോന്നുമ്പോ കേറി പോകാനും ഇറങ്ങി വരാൻ. ഞാൻ ആ പുള്ളിയുടെ നന്മയ്ക്ക് പറഞ്ഞതാ. നന്മയ്ക്ക് പറഞ്ഞു. ഇന്ത്യയുടെ ദേശീയ പക്ഷിയുടെ പേരെന്ത്? മൈന. ആ മൈന ഇങ്ങോട്ട് ഇറങ്ങി പോടാ. അടിക്കരുത്. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് അത് വലിച്ചു പിടി അങ്ങോട്ട്. ഇത് വലിച്ചു പിടിക്കുന്ന ഉടുക്ക് വായിക്കാനാണ്. അത് വലിച്ചു പിടി. ഇന്ത്യയുടെ ദേശീയ പക്ഷിയുടെ പേര് പറയട മൈനെ. മയില്. പറയട മയില്. മയിൽ. പോയിരിക്കവിടെ. ഒരു കിളി നിമിത്തം എന്ത് തള്ളി കിട്ടിയടാ. കേരളത്തിന്റെ ദേശീയ പക്ഷിയുടെ പേര് പറ. വേലായുധൻ. അല്ല, ചെന്ന് മേടിക്കടാ, ചെന്ന് മേടിക്കേ. കൈ നീട്ടാ. വിളിച്ചിരിക്കുന്നില്ല കിളി. വാ വിളിച്ചിരിക്കുന്ന കിളിയുടെ പേരെന്തുവാ? വേയ ആദ്യം. എടാ വേമ്പാഴൽ. വേമ്പാഴൽ. വേഴാമ്പൽ. 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 അവിടെ പോയിരിക്കും. എനിക്കും അറിയാറില്ല. ഇനി ആഗസ്റ്റ് 15-നെ കുറിച്ച് ഒരു 2 വാക്ക് പറ. നീ പറയടാ. ആഗസ്റ്റ് 15 മമ്മൂട്ടിയുടെ ഒരു പടമാണ്. ഷാജി കൈലാസ് ആണ് അതിന്റെ സംവിധായകൻ. ആ പടം നല്ല രീതിയിൽ ഓടിയില്ല, അതുകൊണ്ട് നിർമ്മാതാവ് നഷ്ടമായിരുന്നു. അടിപൊളി. ആ നിർമ്മാതാവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ട്. അല്ല, OTT ഓടിയപ്പോ ലാഭമായിരുന്നു. ആ നിർമ്മാതാവ് ഏതാ?